ഒരു രക്ഷയില്ലാത്ത തിക്കായ ക്രീമിയായ ഒരു കപ്പ് കോഫി. എന്നാൽ ഇതിനെ ഇങ്ങനെ ക്രീമി ആക്കുന്നത് പാലോ ക്രീമറോ ഒന്നുമല്ല, മറിച്ച് മുട്ടയാണ്. അതെ, മുട്ട ചേർത്തൊരു കോഫി. വിയറ്റ്നാമിന്റെ സ്വന്തം എഗ് കോഫി. ഇൻഡോ ചൈന യുദ്ധത്തിന് ശേഷം 1940കളിൽ വിയറ്റ്നാമിൽ അതികലശലായ പാലിന്റെ ക്ഷാമം അനുഭവപ്പെട്ടു. ഈ കാലത്ത് ഹനോയിലെ ബാർട്ടൻഡറായിരുന്ന വിൻ വാൻജാങ്ങിന് ഒരു ഇമ്മിണി വലിയ ബുദ്ധി തോന്നി. പാലിലുള്ളതും മുട്ടയിലുള്ളതും കൊഴുപ്പാണ്. എന്തുകൊണ്ട് മുട്ടയുടെ മഞ്ഞക്കരു നന്നായിട്ട് അടിച്ചു പതപ്പിച്ച് കാപ്പിയിൽ ചേർത്തുകൂടാ? കസ്റ്റേർഡിലൊക്കെ മുട്ട ചേർക്കാറുണ്ടല്ലോ. ജാങ് മുട്ടയുടെ മഞ്ഞക്കരു കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അടിച്ചു പതപ്പിച്ച് കോഫിയുടെ മുകളിൽ ഒഴിച്ചു. കാപ്പിയുടെ ചൂട് പോകാതിരിക്കാനും മുട്ടയുടെ ആ ഒരു ക്രീമി ടെക്സ്ചർ നഷ്ടപ്പെടാതിരിക്കാനും ചൂടുവെള്ളം ഒരു ബൗളിലാക്കി അതിന് മേലെ കപ്പ് വെച്ചാണ് ജാങ് അത് വിളമ്പിയത്. അന്ന് പിറവിയെടുത്തത് അതുവരെ ആരും കഴിച്ചു ശീലിച്ചിട്ടില്ലാത്ത ഒരു അസാധ്യ കോഫിയാണ്. ആവശ്യക്കാരുടെ എണ്ണം കൂടിയപ്പോൾ ഹനോയിലെ ഓൾഡ് ക്വാർട്ടറിൽ ജാങ് ഒരു കാഫെ തുടങ്ങി. കാഫെ ജാങ് അഥവാ വിനോദസഞ്ചാരികളുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഇടമായ കാഫെ ജിയാൻ. സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഹനോയ്ക്കാരും ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് കാഫെ ജാങ് എന്നും എഗ് കോഫി കൊടുക്കുന്നത്. പക്ഷെ എത്രയൊക്കെ തിരക്കുണ്ടെങ്കിലും 10 മിനിറ്റിൽ കൂടുതൽ അവിടെ കാത്തിരിക്കേണ്ടി വരാറുമില്ല. വൃത്തിയിൽ യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. ഇനി മുട്ട ചേർക്കുന്നത് കൊണ്ട് മുട്ടയുടെ ചൊവയുണ്ടോ എന്ന സംശയം പലർക്കും കാണും. എന്നാൽ തീരെയില്ല. നല്ലൊരു കാരമൽ കസ്റ്റേർഡോ അല്ലെങ്കിൽ ഒരു സ്ലൈസ് ടിറമിസോ ഒക്കെ കഴിച്ചിട്ട് സുഖമാണ് എഗ് കോഫി കുടിക്കുമ്പോൾ.